നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പിലേക്ക് എത്താൻ ഇനി വളരെ കുറഞ്ഞ നാളുകൾ. 40 ദിവസങ്ങൾക്കപ്പുറം വേൾഡ് കപ്പിന് പന്തുരുളുകയായി. വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നറിയാം. എന്നാൽ പോലും നമ്മൾ ഓൾറെഡി പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട റോഡ് ടു വേൾഡ് കപ്പ് സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓരോ ടീമുകളെയും വിശകലനം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വേൾഡ് കപ്പ് സ്ക്വാഡുകളൊക്കെ ഈ മാസം അവസാനത്തോടു കൂടിയാണ് പ്രഖ്യാപിക്കുക. പക്ഷേ അതിൻ്റെ സാധ്യതകളും മറ്റും ആരൊക്കെ സ്ക്വാഡിലുണ്ടാവും, സ്ക്വാഡ് ഏത് തരത്തിലാവും, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കഷൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, ബ്രസീലിൻ്റെ സ്ക്വാഡ് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് വിശകലനം ചെയ്തത്. ഫ്രാൻസിൻ്റെ സ്ക്വാഡ്, ഏറ്റവും അധികം ഭയക്കേണ്ട ടീം ഫ്രാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ അവരുടെ സ്ക്വാഡ് അനലൈസ് ചെയ്തുകൊണ്ട് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ജർമ്മനിയെക്കുറിച്ചാണ്. ജർമ്മനി, ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോക കിരീടമുള്ള ജർമ്മനി, 4 വേൾഡ് കപ്പുകൾ നേടിയ ജർമ്മനി, 2014 ശേഷം വേൾഡ് കപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ജർമ്മനി കൂടിയാണത്. 2018 ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി, 2022 ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി. ഇത്തവണ പക്ഷേ അതിൽ നിന്ന് മാറ്റമുണ്ടാകും, മുന്നോട്ട് പോകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോൾ 48 ടീമുകളുടെ വേൾഡ് കപ്പായി. ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി എളുപ്പമായി. അവരുടെ ഗ്രൂപ്പിൽ കുറസാവോ, ഐവറി കോസ്റ്റ്, ഇക്കഡോർ ടീമുകളാണുള്ളത്. വലിയ ബുദ്ധിമുട്ടില്ലാതെ ജർമ്മനി നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുമെന്ന കാര്യം ഉറപ്പാണ്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ജൂലിയൻ നെഗൽസ്മാൻ ഇറക്കാവുന്ന ജർമ്മനിയുടെ ഫസ്റ്റ് 11 എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഫുൾ സ്ക്വാഡ് എങ്ങനെയാവാം, ഇതൊക്കെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഗോൾ കീപ്പറായിട്ട് ആര് വരും എന്നുള്ള ചോദ്യമുണ്ട്. ഗോൾ കീപ്പറായിട്ട് പ്രതീക്ഷിക്കുന്നത് ഒലിവർ ബൗമാനെ തന്നെയാണ്, ഓഫൻഹൈമിൻ്റെ ഗോൾ കീപ്പർ. നിങ്ങൾക്കറിയാമല്ലോ, മാനുവൽ ന്യൂയർ ദേശീയ ടീമിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗനാണെങ്കിലോ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് വലയുകയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓഫൻഹൈമിൻ്റെ താരം ഒലിവർ ബൗമാൻ അവരുടെ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങും എന്നാണ്. ഡിഫൻസിൽ നോക്കണം, ശക്തമായിട്ടുള്ള ഡിഫൻസ് ഉണ്ട്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ RB ലൈപ്സിഗിൻ്റെ ഡേവിഡ് റാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ടീമിന് ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ ഒരു അസിസ്റ്റ് മെഷീൻ എന്ന രൂപത്തിൽ പലരും കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വിങ്ങിലൂടെ കോൺസ്റ്റൻ്റായിട്ട് അറ്റാക്കിംഗ് ത്രെട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കുന്നു. ഫ്ലോറിയൻ വേർട്സിനെ അവിടെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതുമാണ് പ്രതീക്ഷ. ആ വിങ്ങിൽ സഹായിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഡേവിഡ് റാവുമിനെയാണ് പ്രതീക്ഷിക്കുന്നത്. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നിക്കോ ഷോൾട്ടർബെക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ സെൻറ്റർ ബാക്ക് ലെഫ്റ്റ് ഫൂട്ടഡ് സെൻറ്റർ ബാക്കാണ്. അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് വളരെ വളരെ മികച്ചതാണ്. സോ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ലക്കിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഷോൾട്ടർബെക്ക് വലിയ രൂപത്തിൽ ടീമിന് ആശ്വാസം പകരും ഡിഫൻസിൽ. അതുപോലെ തന്നെ മറ്റൊരു സെൻറ്റർ ബാക്ക് ജൊനാഥൻ ടായാണ്. ബയൺ മ്യൂണിക്കിൻ്റെ ജൊനാഥൻ ടാ സൂപ്പർ താരം, 30 വയസ്സ് മാത്രമേ ഉള്ളൂ. റൂഡിഗറിന് പരിക്കിൻ്റെ മറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ചോയ്സായിട്ട് ജൊനാഥൻ ടാ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ. തീർച്ചയായിട്ടും ജർമ്മനിയുടെ ഡിഫൻസിലെ വലിയ ഫിസിക്കൽ പ്രസൻസ് തന്നെയാണ് ജൊനാഥൻ ടാ. ബയൺ ഡിഫൻഡർ ഈ സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അതേപോലെ ദേശീയ ടീമിലും അദ്ദേഹം തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ ജോഷുവ കിമ്മിച്ച്, ബയൺ മ്യൂണിക്കിൻ്റെ സൂപ്പർ താരം. ശരിയാണ്, മധ്യനിരയിലാണ് അദ്ദേഹം ഇപ്പോൾ പല ഘട്ടങ്ങളിലും കളിക്കുന്നത് നമ്മൾ കാണുന്നത്. പക്ഷേ ദേശീയ ടീമിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ പൊസിഷനിൽ തന്നെ, റൈറ്റ് ബാക്ക് പൊസിഷനിൽ തന്നെ നമ്മൾ ജോഷുവ കിമ്മിച്ചിനെ പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മധ്യനിരയിലേക്ക് പോകുമ്പോൾ ബയൺ മ്യൂണിക്കിൻ്റെ അലക്സാണ്ടർ പൗലോവിച്ച്, ജൂലിയൻ നെഗൽസ്മാൻ്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് അലക്സാണ്ടർ പൗലോവിച്ച്. 21 വയസ്സേ ഉള്ളൂ. കമ്പനി വലിയ ഒരു വിശ്വാസം താരത്തിൽ അർപ്പിക്കുന്നുണ്ട്. അത് ബയൺ മ്യൂണിക്കിൻ്റെ കളി കണ്ടാൽ നമുക്ക് മനസ്സിലാകും. വളരെ മികച്ച പെർഫോമൻസാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നെഗൽസ്മാൻ അതേ രൂപത്തിൽ തന്നെ താരത്തെ ഉപയോഗപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അടുത്ത സെൻട്രൽ മിഡ്ഫീൽഡിൽ ലിയോൺ ഗോഡസ്കെ, ബയൺ മ്യൂണിക്കിൻ്റെ മറ്റൊരു താരം. തീർച്ചയായിട്ടും
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ കഴിഞ്ഞാൽ ബയൺ വിടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത ക്ലബ്ബ് ഏത് എന്ന് തീരുമാനിക്കാൻ കൂടിയുള്ള വേൾഡ് കപ്പ് ആയിരിക്കും. സാധാരണഗതിയിൽ മികച്ച പ്രകടനം നടത്തുന്ന താരമാണ്. സോ അദ്ദേഹത്തിനായിട്ട് വലിയ ഡിമാൻഡ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അടുത്ത അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ജമാൽ മുസിയാല. യെസ്, മുസിയാലയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിന് സമയത്ത് പരിക്ക് പറ്റി. പിന്നെ നീണ്ട കാലം അദ്ദേഹം പുറത്തിരുന്നിട്ടോ കറക്റ്റ് ടൈമിൽ തിരികെ എത്തിയിരിക്കുകയാണ്. വേൾഡ് കപ്പിന് അദ്ദേഹത്തെ സ്ക്വാഡിൽ എടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. സെവൻ സെർജിൻ ആബ്രിയുടെ കാര്യം നേരെ തിരിച്ചായി പോയി. അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കാൻ ഒരുപാട് കൊതിച്ചതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം റൂൾഡ് ഔട്ട് ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ദെൻ ലെഫ്റ്റ് വിങ് പൊസിഷനിൽ ഫ്ലോറിൻ വേർട്സ് ആണ്, ലിവർപൂളിൻ്റെ ഫ്ലോറിൻ വേർട്സ്. നമുക്കറിയാം വളരെ പുവർ സീസണാണ് ലിവർപൂളിൻ്റെ ഡെബ്യൂ സീസൺ അദ്ദേഹത്തിന്. പക്ഷേ ജർമ്മൻ ജേഴ്സിയിൽ അദ്ദേഹം മികവ് കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോച്ചുള്ളത്. പിന്നെ റൈറ്റ് വിങ്ങിൽ ലിറോയ് സനെ, ഗൽറ്റസറായിയുടെ താരമാണ്. നാബ്രിയുടെ ആബ്സെൻസ് ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ഗുണമായി എന്ന് പറയേണ്ടി വരും. വലിയ രൂപത്തിലുള്ള വിശ്വാസം അദ്ദേഹത്തിൽ ജൂലിയൻ നഗൽസ്മാൻ വെച്ച് പുലർത്തുന്നു. സ്ട്രൈക്കർ പൊസിഷനിലോ കായ് ഹവേർട്സ് അല്ലാതെ മറ്റാര്? കായ് ഹവേർട്സ് ആഴ്സണലിൻ്റെ താരം. സോ കായ് ഹവേർട്സിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു ടീം ഇറക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് അവരുടെ ഒരു പ്രോബബിൾ 11 എന്ന് പറഞ്ഞാൽ. ഫുൾ സ്ക്വാഡ് ഏതാണ്ട് ഇങ്ങനെയാവാം. ഗോൾ കീപ്പർമാരായിട്ട് ഓഫൻഹൈമിൻ്റെ ഒലിവർ ബൗമന്, സ്റ്റുട്ട്ഗാർട്ടിൻ്റെ അലക്സാണ്ടർ നോബിള്, ബയൺ മ്യൂണിക്കിൻ്റെ ജൊനാസ് ഉർബിഗ്. ഡിഫൻഡർമാരായിട്ട് ബയൺ മ്യൂണിക്കിൻ്റെ ജൊനാഥൻ ടാ, ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ നിക്കോ ഷോൾട്ടർബെക്ക്, ബയൺ മ്യൂണിക്കിൻ്റെ ജോഷുവ കിമ്മിച്ച്, RB ലൈപ്സിഗിൻ്റെ ഡേവിഡ് റൗമ്, റയൽ മാഡ്രിഡിൻ്റെ അന്റോണിയോ റൂഡിയർ, ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ വാൾഡെമർ ആൻഡന്, ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ മാലിക് ടിയാവ്, പിന്നെ സ്റ്റുട്ട്ഗാർട്ടിൻ്റെ മാക്സിമിലിയൻ മിറ്റൽസ്റ്റാറ്റ്, പിന്നെ അതോടൊപ്പം ഫ്രാങ്ക്ഫർട്ടിൻ്റെ നഥാനിയൽ ബ്രൗൺ. ഇനി മധുരയിലേക്ക് വന്നാൽ ബയൺ മ്യൂണിക്കിൻ്റെ ലിയോൺ ഗോഡസ്കെ, ബയൺ മ്യൂണിക്കിൻ്റെ അലക്സാണ്ടർ പവ്ലോവിച്ച്, ബയൺ മ്യൂണിക്കിൻ്റെ ജമാൽ മുസിയാല, ലിവർപൂളിൻ്റെ ഫ്ലോറിൻ വേർട്സ്, ബയൺ മ്യൂണിക്കിൻ്റെ ലെനറ്റ് കാള്, ബ്രൈറ്റണിൻ്റെ പാസ്കൽ ഗ്രോസ്, അതുപോലെ തന്നെ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ഫെലിക്സ് എൻമേച്ച. ഇതാണ് അവരുടെ മധ്യനിര താരങ്ങൾ. മുന്നേറ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആഴ്സണലിൻ്റെ കായ് ഹവേർട്സ്, ഗൽസറായിയുടെ ലിറോയ് സനെ, പിന്നെ അതുപോലെ തന്നെ ജെയ്മി ലോലിങ്, അദ്ദേഹം സ്റ്റുട്ട്ഗാർട്ടിൻ്റെ താരമാണ്. പിന്നെ കെവിൻ ഷെയ്ഡ് ബ്രെൻഫോർഡിൻ്റെ താരമാണ്. നിക് വോൾട്ട്മെയ്ർ, അദ്ദേഹം ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ താരമാണ്. ഡെനിസ് യുണ്ടാവ്, അദ്ദേഹം സ്റ്റുട്ട്ഗാർട്ടിൻ്റെ താരമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ കോളപ്പ്. ബാക്കി കാര്യങ്ങൾ ദശാംശ സ്ക്വാഡ് പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം നമുക്ക് വിലയിരുത്താം. വീഡിയോ അവസാനിക്കുന്നു. ഫ്ലോക്സിൽ എത്താം.